ഞാനൊരു റെസ്റ്റ്ലെസ് പേഴ്സണാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും വേറെ ആരുടെയെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പുതിയൊരു കാര്യം കണ്ടുപിടിക്കാനും ചെയ്യാനും ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. വീട്ടിലൊന്ന് റേഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ പൈസയ്ക്ക് തുറന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. അതങ്ങ് ഉണ്ടാക്കി. അങ്ങനെ പിന്നെ പയ്യെ ടി വിയുടെ റിമോട്ട്, ഇലക്ട്രോണിക് സ്റ്റോക്ക്, ഇൻവേർട്ടേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പലപ്പോഴും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനെ ഓർത്താണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത്. അപ്പോഴും നമ്മുടെ കയ്യിലുള്ളതിനെ ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നേരം ചിന്തിക്കാറില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന ഓഡിറ്റിലാണെങ്കിലും അവിടെ ഈ ശീലം എന്നെ ഒരുപാട് സഹായിച്ചു. എന്തെടുത്താലും അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എത്തുന്നത് അതിൻ്റെ ഓരോ ചെറിയ പാർട്ടിൽ നിന്നാണ്. നമ്മളൊരു പസിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതുണ്ടാക്കുന്ന പ്രോസസ്സിൽ നമുക്ക് കുറേ ഫെയിലേഴ്സ് ഉണ്ടാവും. പക്ഷേ ആ ലേണിങ്ങിലൂടെ നമ്മൾ സ്വയം നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കൽക്കരിയിൽ നിന്നുണ്ടായിരുന്ന ട്രെയിനിൽ നിന്ന് ഡീസൽ ട്രെയിനിലേക്കും ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനിലേക്കും മാറിയിട്ട് തന്നെ വർഷങ്ങളായി. കാലം കഴിയുന്തോറും ഈ വ്യത്യാസം എല്ലാ മേഖലയിലും ഉണ്ടാകും. മുൻപുണ്ടായിരുന്ന EVസിനകത്ത് ഇപ്പോൾ ഒരു 500 വാട്ട്സിൻ്റെ മോട്ടോർ റൺ ചെയ്യണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ പവറുള്ളൊരു ബാറ്ററി വെക്കണമായിരുന്നു. ഇതിനകത്താണെങ്കിൽ 3 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി വെച്ചിട്ട് 6 കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറാണ് റൺ ചെയ്യുന്നത്. ദാറ്റ് വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ്. പലപ്പോഴും നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു രസകരമായ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ചെറിയൊരു സ്കൂട്ടറും കൊണ്ട് നിൽക്കുമ്പോൾ EVയോട് ഒരു പുച്ഛ മനോഭാവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പയ്യത് വാർപ്പിലേക്കാക്കി സിഗ്നൽ റെഡിൽ നിന്ന് ഗ്രീൻ ആകുന്ന ഇൻസ്റ്റൻറ്റ് ഞാൻ പെട്ടെന്ന് കൈ കൊടുക്കുന്നു. ഇവരിങ്ങനെ പുറകെ വരുമ്പോൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ എന്നുള്ള ഫീലാണ്. എൻ്റെ ഒരു ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നും ഇല്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ റേഡിയോ ഞാൻ കാശ് കൊടുത്താണ് വാങ്ങിച്ചെങ്കിൽ എനിക്ക് ആ റേഡിയോയെക്കുറിച്ച് ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ല. എനിക്കിപ്പോഴും ഞാൻ ആദ്യം ആ റേഡിയോ എവിടെ വെച്ചാണ് പാട്ട് കേൾപ്പിച്ചതെന്നും എൻ്റെ സ്കൂളിൻ്റെ താഴെയുള്ള മരം, ആ മരത്തിനകത്ത് ഒരു ആണിയടിച്ച് ഒരു വയർ കണക്ട് ചെയ്ത് ഒരു ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് പാട്ട് കേട്ടതിൻ്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയത് കാരണം മാത്രമാണ് ഇന്ന് ഞാനത് ഓർത്തിരിക്കുന്നത്. പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അല്ലെന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. രണ്ടും ശരിയാണ്.